Welcome to the channel Swastha Foods. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാം പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ള പുട്ടുപൊടിയാണ്, ഇത് പാക്കറ്റിലെ പുട്ടുപൊടിയാണ്. അതുപോലെ തന്നെ ചെമ്പ പുട്ടുപൊടി, ബ്രൗൺ കളറിലുള്ള പുട്ടുപൊടി അവൈലബിൾ ആണ്. ഇതെല്ലാം പുട്ടുണ്ടാക്കുന്ന മെത്തേഡ് സെയിം തന്നെയാണ്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ പുട്ടുപൊടി നനയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് പുട്ടുപൊടി നനച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കുക. നമുക്ക് പുട്ടുപൊടി വീട്ടിലും ഉണ്ടാക്കാവുന്നതാണ്. പുട്ടിൻ്റെ പൊടി നമ്മൾ അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയുടെ അത്രയും ഫൈനായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല. കുറച്ച് തരിതരിയായിട്ടിരിക്കണം. ഇപ്പോൾ പൊടി നല്ലോണം നനച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നനയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിയായിട്ട് വരും. ഇതാണ് ഇതിൻ്റെ പരുവമെന്ന് പറയുന്നത്. എല്ലായിടവും ഒന്നിച്ചിളക്കിയിട്ട് വേണം ചെയ്യാൻ. പുട്ട് നല്ലോണം നനഞ്ഞില്ലെങ്കിൽ സ്റ്റീം വരുമ്പോൾ അത് ശരിയായിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഇത് നല്ലോണം നനഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് നനച്ചെടുത്തത്. ഇനി ഇത് അടച്ചു വെക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന പുട്ടുകുടമാണ്. ഈ പുട്ടുകുടത്തിൽ ഇതിൻ്റെ പകുതി വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന് തിളപ്പിക്കാം. പുട്ടുകുടത്തിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഇതാണ് പുട്ടുകുറ്റി. നമുക്കാണ് ഇതിൻ്റെ അകത്തിൽ അടിയിൽ ചില്ലുണ്ട്. ഇത് ആദ്യമേ ഇട്ട് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഇനി പുട്ടുകുറ്റിയിലിട്ട് കൊടുക്കാം. ഓരോ പ്രാവശ്യം പുട്ടുകുറ്റിയിൽ പുട്ടുപൊടി ഇടുന്നതിന് മുമ്പ് ഒരു 2-3 ഡ്രോപ്സ് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടൊന്ന് നനയ്ക്കുകയാണെങ്കിൽ പൊടി ഡ്രൈ ആയി പോകത്തില്ല. ഇനി ആദ്യമേ പുട്ടുകുറ്റിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നടുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ആദ്യം ഉപയോഗിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ആദ്യം മാത്രം ഇട്ടാൽ മതി. പൊടി ഇടുമ്പോൾ ഒരിക്കലും കുത്തി നിറയ്ക്കില്ല. കുത്തി നിറച്ചാൽ പിന്നെ സ്റ്റീം വരത്തില്ല. ഇനി മേളിൽ കുറച്ച് തേങ്ങ വെക്കുക. ഇനി അടയ്ക്കാം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റി വെക്കാം. ഇപ്പോൾ സ്റ്റീം വന്നിട്ടുണ്ട്. കാണാതെ 3 ഹോളിൽ കൂടിയും സ്റ്റീം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നമ്മുടെ പുട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം. നമുക്ക് കാണാൻ ഇവിടെ പുട്ടിയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും മുറിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുട്ട് കടലക്കറിയുടെ കൂടെ പുട്ട് പഴം, അതുപോലെ തന്നെ പുട്ട് പയറും പപ്പടം, ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള പുട്ടിൻ്റെ കോമ്പിനേഷൻസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്